അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോവിങ് സെനറ്റ്സ്. സുമ ബ്രോക്ക് ദ ക്ലാസ്. കുറച്ച് ഓപ്ഷൻസ് താഴെ തന്നിരിക്കുന്നുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ചൂസ് ചെയ്ത് എഴുതുക എന്നാണ്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ടാഗ് എന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്? ആദ്യം സെൻറ്റൻസിലുള്ള ഓക്സിലറി വെർബ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ആദ്യം നമ്മുടെ സെൻറ്റൻസിലുള്ള ഓക്സിലറി വെർബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ സെൻറ്റൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലേ? എങ്ങനെയാണ് സെൻറ്റൻസ് വന്നേക്കുന്നത്? ഓക്കെ, സുമ ബ്രോക്ക് ദ ക്ലാസ്, ഇങ്ങനെയാണ് സെൻറ്റൻസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓക്സിലറി വെർബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് കിട്ടണമെങ്കിൽ ഓക്സിലറി വെർബ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കേണ്ടത് ഈ സെൻറ്റൻസിൽ നിന്ന്? നമുക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യത്തെ ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സെൻറ്റൻസ് ഏത് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് നമ്മൾ നോക്കുക. ഇവിടെ സുമ ബ്രോക്ക് ദ ക്ലാസ് എന്നാണ് പറയുന്നത്. സുമ ബ്രോക്ക് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് ഏതാണ്? പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ? പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലാതെ വരുമ്പോൾ ടാഗിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് ടാഗിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് കൂടാണ്ട് തന്നെ നമുക്ക് വെർബിനെ പിരിച്ചെഴുതാം. എങ്ങനെയാണ്? വെർബിനെ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും. ഈ സെൻറ്റൻസിലെ വെർബാണ് ബ്രോക്ക്. എന്താണ്? ബ്രോക്കാണ് വെർബായിട്ട് വന്നേക്കുന്നത്. ബ്രോക്ക് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രോക്കിന് നമ്മൾ ഡിഡ് പ്ലസ് ബ്രേക്ക് ആണ് എന്ത്? ബ്രോക്ക്. ഡിഡ് പ്ലസ് ബ്രേക്ക് ആണ് ബ്രോക്ക് എന്ന് പറയുന്നത്. ബ്രോക്ക് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഓക്സിലറി വെർബാണ് ആഡ് ചെയ്യേണ്ടത്? ഡിഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണെന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് നേരെ നമ്മൾ ഒരു സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് ആക്കേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? സെൻറ്റൻസ് പോസിറ്റീവ് ആയതിനാൽ ടാഗ് എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് ഇവിടെ കിട്ടി. ഡിഡാണ് ഓക്സിലറി വെർബ്. ഇനി നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്നാണ് നോക്കേണ്ടത്. സെൻറ്റൻസ് ഏതാണ്? സുമ ബ്രോക്ക് ദ ക്ലാസ് അല്ലേ? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടാഗ് എങ്ങനെയായിരിക്കും വരുന്നത്? നെഗറ്റീവായിട്ടായിരിക്കും ടാഗ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. നോട്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റ്, ഡിഡ് ഇൻറ്റ് വരെ കിട്ടി. ഓക്കെ, ആദ്യം ഓക്സിലറി വെർബ് എഴുതി, പിന്നെ നമ്മുടെ ടാഗ്, നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആക്കി. ഇനി എന്താണ്? സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? സുമ എന്നാണ് സബ്ജക്റ്റ്. ഡിഡിൻറ്റ് സുമ എന്ന് വരുമോ? ഇല്ല. സുമ എന്ന് പറയുന്നത് എന്ത് നൗണാണ്? ഒരു ഫീമെയിൽ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സുമ എന്ന് പറയുന്നത് അവിടെ നൗണ് ഷീ ആണ് ചേർക്കേണ്ടത്. ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എന്താണ്? ഡിഡിൻ ഷീ എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്.